ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നിധിമോളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ നിധിമോള് കാത് കുത്താൻ പോവാണ്. അപ്പോൾ കാത് കുത്താൻ ഒരു ഡേറ്റ് ഒക്കെ എടുത്തു. ജോത്സ്യനെ ഒന്നുമല്ല, നമ്മുടെ അച്ഛൻ തന്നെ എന്തുവായിരുന്നു പഞ്ചാംഗമൊക്കെ നോക്കി ഒരു നല്ല ദിവസമൊക്കെ നോക്കി. അപ്പം ജനുവരി 19 ഉത്രാടം നാൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സുബി ചേച്ചിയുടെ ബ്യൂട്ടി പാർലറിലാണ്. ചേച്ചിയെ വിളിച്ചെല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വിസ്മയ ബ്യൂട്ടി പാർലർ അവിടെയാണ് പോയി കുത്താനായിട്ട് ഞങ്ങൾ പോയത്. അപ്പം ഞാനും അമ്മയും ഡാലേട്ടനും ദച്ചൂസും കുഞ്ഞും ഒക്കെ ആയിട്ടാണ് പോയത്. അച്ഛൻ വന്നില്ല. അപ്പം അവിടെ ചെന്നപ്പം കുഞ്ഞ് ആകെ ഇങ്ങനെ നോക്കുക. മൊത്തം അവൾ നോക്കുന്നിടത്തെല്ലാം കണ്ണാടിയല്ലേ. അപ്പം മൊത്തത്തിൽ അവളെ കാണുന്നതുകൊണ്ട് ഇങ്ങനെ നോക്കുക ഫുള്ള്. അപ്പം കുത്താനായിട്ട് തയ്യാറായിട്ട് എൻ്റെ മടിയിലാണ് ഇരുത്തിയത്. അപ്പം അമ്മ പറയുവാണ് അമ്മയുടെ കൊച്ചിലെ കുത്തിയത് അമ്മ തലയിട്ട് അനക്കി മാറിപ്പോയെന്നും ഒക്കെ പറയുമായിരുന്നു. അപ്പോൾ സുബി ചേച്ചിയോട് പറയുക അതൊക്കെ. അങ്ങനെ കുഞ്ഞിന് കയ്യിൽ പിടിക്കാൻ ഒരു താക്കോലൊക്കെ കൊടുത്തിട്ട് ചേച്ചി മാർക്ക് ചെയ്യുവാണ്. 2 ചെവിയിലും മാർക്ക് ചെയ്ത്. അതും അവളിങ്ങനെ സൂക്ഷിച്ച് നോക്കും എന്നെ എന്തു ചെയ്യാൻ പോകുന്നതെന്ന്. വരണ്ടിങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ മാർക്ക് ചെയ്തപ്പോൾ ഇത്രേ ഉള്ളായിരുന്നോ എന്നുള്ളൊരു എക്സ്പ്രഷനും. അങ്ങനെ 2 ചെവിയിലും മാർക്ക് ചെയ്ത് ചേച്ചി എന്നെ കാണിച്ചു തന്നു. ഓക്കെ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെറ്റാക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് ശരിയാണോ നോക്കിയിട്ടല്ലേ കുത്തത്തുള്ളൂ. ആദ്യമേ കുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ കുഞ്ഞ് നോക്കുക, ചേച്ചി തന്നെ നോക്കുക. ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അത് മതിയെന്ന് വിചാരിച്ചു. വലിയ പെയിൻ വരില്ലല്ലോ, കുഞ്ഞിനെ എങ്ങനെ ഒത്തിരി നോവിക്കുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. ഇനിയും മനസ്സിലാവും, മറ്റേ സമയത്ത് കുഞ്ഞേ എടാ കുഞ്ഞേ 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 നോവിച്ചോ പൊന്നിനെ. കഴിഞ്ഞടാ. എന്തിനാ പൊന്നിനെ. ചെറിയല്ലോ സങ്കടം കൊണ്ടുള്ള ചർച്ചിലാണോ? അങ്ങനെ കുത്തൊക്കെ കിട്ടി. പക്ഷേ ഈ കമ്മലിട്ട് കഴിഞ്ഞ് ആണി ഇടാനായിരുന്നു നല്ല ബുദ്ധിമുട്ട്. അവൾ പിന്നെ ചെവിയെ തൊടാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല, അങ്ങ് കരയുമായിരുന്നു. ചെവിയിലോട്ട് സുബിച്ചേച്ചി അങ്ങോട്ട് കൈ വെക്കാൻ തുടങ്ങുമ്പോഴേ പേടിച്ചങ്ങ് കരയുമായിരുന്നു. ആണി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടി ശരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ നിധിമോള് നല്ലൊരു കരച്ചിലൊക്കെ കഴിഞ്ഞ് കമ്മലൊക്കെ ഇട്ട് ശുണ്ടരിയായി. കമൻറ്റ് ചെയ്തേക്കണേ എങ്ങനെയുണ്ടെന്ന്. അപ്പം ഇതാണ് നമ്മുടെ സുബി ചേച്ചി. കുഞ്ഞിനെ നോവിച്ചിട്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഏറ്റവും മെയിനായിട്ടൊരു കാര്യം, സുബി ചേച്ചി ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് നമ്മുടെ ചിങ്ങോലിയിലെ. കഷ്ടം. ഞാൻ വീഡിയോ എടുക്കുമ്പോഴും കുഞ്ഞിങ്ങനെ സുബി ചേച്ചിയാണ് നോക്കുന്നത്. എന്നെ ഇനി എന്തെങ്കിലും ചെയ്യുമോ, കണ്ടോ നോക്കി നിൽക്കുക, വീണ്ടും വരുമോ എന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ. പാവം.
അങ്ങനെ ഞങ്ങൾ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പം എൻ്റെ ചങ്ക് ഫ്രണ്ടായ ഗീതുവിൻ്റെ ചേച്ചിയുടെ മോള് ദേവു ഓടി വന്നു കുഞ്ഞിനെ കണ്ട് അങ്ങങ്ങാണ്ട് നിൽക്കുമായിരുന്നു. ഓടി വന്ന് നിധി മോളെ എന്ന് വിളിച്ച് അങ്ങനെ അവളും വന്ന് കമ്മലിട്ടത് അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. കുഞ്ഞിനെ എടുത്തു. അങ്ങനെ കുറേ നേരം സംസാരിച്ച് അവിടെ നിൽക്കുമായിരുന്നു. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനും അവിടുത്തെ ഓഫീസറായ പ്രതീഷ് സാറിനെയും കണ്ടു. അവരോടും സംസാരിച്ചു. അവരും നിധിമോളെ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പഞ്ചായത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ അവിടെ ഒരു മിത്ര കൺസ്ട്രക്ഷനിലാണ് പ്ലാൻ വരയ്ക്കാനായിട്ട് വർക്ക് ചെയ്യുന്നത്. പ്ലാൻ വരയ്ക്കുക. അപ്പോൾ അങ്ങനെ പഞ്ചായത്തിലുള്ള എല്ലാവരെയും എനിക്കറിയാം. അങ്ങനെ അവരെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് തന്നെ നിധിയെ എടുക്കാനായിട്ട് ഓടി വന്ന് വേറൊരാൾ അവിടെ മെഡിക്കൽ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നൊരു ചേച്ചി, നിധിമോളെ ഞങ്ങൾ വീഡിയോയിലൂടെ കാണാറുണ്ട്, ഫാനാണ്, കുഞ്ഞിനെ വലിയ ഇഷ്ടമാണ്, ഒന്ന് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ച് ആ ചേച്ചി വന്ന് നിധിമോളെ എടുത്ത് കളിപ്പിച്ചു. അവൾ ആ കാത് കുത്തിയതിൻ്റെ ഒരു ഇതിൽ നിൽക്കുക. ചിരിയൊന്നുമില്ല, ചിരിച്ചൊന്നും ആരെയും കാണിച്ചില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തി. കുഞ്ഞ് ഓക്കെ ആയി. ശരിക്കും നല്ല രസമുണ്ട്. അങ്ങോട്ട് പോയപ്പോൾ ഒരു അങ്ങനെ ആൺകുട്ടിയെ പോലൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല, എന്നാലും കമ്മലില്ലല്ലോ ഇപ്പം, കറക്റ്റ് ഒരു പെൺകുട്ടിയുടെ ലുക്കായി കമ്മലൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബായ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പം കമ്മലിട്ടത് എങ്ങനെയുണ്ട്, കുഞ്ഞ് ഓക്കെ ആണോ സുന്ദരിയാണോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓക്കെ ബായ്.